എങ്ങും സാമ്പത്തിക തകർച്ചയുടെ ഭീതി, അശാന്തിയുടെ നിലവിളികൾ. പക്ഷേ ഈ സകല പ്രശ്നങ്ങൾക്കും തുടക്കമിട്ടത് വാഷിംഗ്ടണിലെയും ടെൽ അവീവിലെയും രണ്ട് അതികായന്മാർ തമ്മിൽ നടന്ന ഒരു രഹസ്യ ഫോൺ സംഭാഷണമായിരുന്നു എന്ന് ആരെങ്കിലും വിശ്വസിക്കുമോ? ഒരുപക്ഷെ അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വലിയൊരു ചതിക്കുഴിയിലേക്ക് തള്ളിവിട്ട ആ മാസ്റ്റർ പ്ലാൻ ആയിരുന്നു അതെന്ന് ചരിത്രം അടയാളപ്പെടുത്തുമ്പോൾ അണിയറയിൽ നടന്ന ഞെട്ടിക്കുന്ന നീക്കങ്ങൾ പുറത്തു വരികയാണ്. പ്രതികാരം ചെയ്യാൻ ഇതിലും നല്ലൊരു അവസരം ലഭിക്കില്ല. വാഷിംഗ്ടണിലെ വൈറ്റ് ഹൌസിലെ സുരക്ഷിത മുറിയിലിരുന്ന് ട്രംപിനെ തേടിയെത്തിയ ആ ഫോൺ കോളിന് പിന്നിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വാക്കുകളായിരുന്നു. ഇറാനെതിരെ ഒരു സൈനിക നീക്കം നടത്താൻ ട്രംപിനെ പ്രേരിപ്പിച്ചത് നെതന്യാഹുവിന്റെ തന്ത്രപരമായ നീക്കങ്ങളായിരുന്നു എന്നാണിപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ആഗോള സാമ്പത്തിക രംഗം തകർന്നടിയുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത്. യുദ്ധം തുടങ്ങിക്കഴിഞ്ഞ് ഒരു വേള ട്രംപിന് തലയൂരാൻ പോലും പാടുപെടേണ്ടി വന്നു എന്നത് മറ്റൊരു കഥ. ഇറാനെതിരായ ആക്രമണം തുടങ്ങുന്നതിന് കൃത്യം 48 മണിക്കൂർ മുമ്പ് ട്രംപും നെതന്യാഹുവും ഫോണിൽ സംസാരിച്ചു. ഇതൊരു സാധാരണ സംഭാഷണമായിരുന്നില്ല. ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയും അദ്ദേഹത്തിന്റെ പ്രധാന സഹായികളും ഉടൻ ടെഹ്റാനിലെ വസതിയിൽ യോഗം ചേരുമെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ടുകളിലൂടെ ട്രംപിനും നെതന്യാഹുവിനും നേരത്തെ തന്നെ അറിയാമായിരുന്നു. ഈ വിവരം ഒരു ബ്രഹ്മാസ്ത്രം പോലെയാണ് നെതന്യാഹു പ്രയോഗിച്ചത്. ഖമേനിയെ വധിക്കാനും 2024 ട്രംപ് സ്ഥാനാർത്ഥിയായിരുന്നപ്പോൾ അദ്ദേഹത്തെ വധിക്കാൻ ഇറാൻ നടത്തിയ ശ്രമങ്ങൾക്ക് പ്രതികാരം ചെയ്യാനും ഇതിലും നല്ലൊരു അവസരം ലഭിക്കില്ല. ഫോൺ സംഭാഷണത്തിൽ നെതന്യാഹു ട്രംപിനോട് ആഞ്ഞടിച്ചു. ഒരു കൈയടിച്ച് പാസാക്കുന്ന ഡീൽ പോലെ അങ്ങേയറ്റം നിർണായകമായ ആ നീക്കത്തിന് ട്രംപിന്റെ സമ്മതം നേടിയെടുക്കുകയായിരുന്നു നെതന്യാഹുവിന്റെ ലക്ഷ്യം. ശരിക്കും പറഞ്ഞാൽ ഇറാനെതിരെ സൈനിക നടപടിക്ക് ട്രംപ് തത്വത്തിൽ അംഗീകാരം നൽകിയിരുന്നു. എന്നാൽ എപ്പോൾ ഏത് സാഹചര്യത്തിൽ വേണം എന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം എടുത്തിരുന്നില്ല. US സൈന്യം ആഴ്ചകളായി മേഖലയിൽ തമ്പടിച്ചിരുന്നു. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നിശ്ചയിച്ചിരുന്ന ആക്രമണം മോശം കാലാവസ്ഥ കാരണം മാറ്റിവെക്കുകയായിരുന്നു. ഈ ഒരു സാഹചര്യത്തിലേക്കാണ് നെതന്യാഹുവിന്റെ ഫോൺ വിളി കടന്നുവരുന്നത്. ഒരുപക്ഷെ ഒരു തക്കം പാർത്തിരുന്ന നീക്കം. നെതന്യാഹുവിന്റെ വാദങ്ങൾ ട്രംപിനെ എത്രത്തോളം സ്വാധീനിച്ചു എന്ന് വ്യക്തമല്ലെങ്കിലും ഇറാന്റെ പരമോന്നത നേതാവിനെ വധിക്കാനുള്ള അവസാന അവസരമാണിതെന്ന ഇന്റലിജൻസ് വിവരവും നെതന്യാഹുവിന്റെ ശക്തമായ സമ്മർദ്ദവുമാണ് ഫെബ്രുവരി 27-ന് ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി എന്ന സൈനിക നടപടിക്ക് ഉത്തരവിടാൻ ട്രംപിനെ പ്രേരിപ്പിച്ചത്. പിന്നെയെല്ലാം ചരിത്രം. ഫെബ്രുവരി 28 ശനിയാഴ്ച രാവിലെ ആദ്യ ബോംബുകൾ ലക്ഷ്യസ്ഥാനത്ത് പതിച്ചു. അന്ന് വൈകിട്ട് ഖമേനി കൊല്ലപ്പെട്ടതായി ട്രംപ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. ഒരു ഫോൺ കോളിന്റെ മാത്രം അകലത്തിൽ ലോകരാഷ്ട്രീയത്തിൽ നടന്ന ഈ ഗെയിം ഓഫ് ത്രോൺസ് ശരിക്കും ഞെട്ടിക്കുന്നതായിരുന്നു. അധികാരത്തിന്റെ ഇടനാഴികളിൽ ഒരു ഫോൺ ബെല്ലിന്റെ മാത്രം അകലത്തിൽ എത്ര വലിയ ഡീലുകളാണ് നടക്കുന്നത് എന്നോർത്ത് ലോകം ഇന്നും അത്ഭുതപ്പെടുന്നു. യുദ്ധം തുടങ്ങി ലോകം താറുമാറായപ്പോൾ ഇറാനെക്കുറിച്ചുള്ള കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിയ ട്രംപിന് ഒടുവിൽ എങ്ങനെയെങ്കിലും യുദ്ധം അവസാനിപ്പിച്ചാൽ മതിയെന്ന അവസ്ഥയിലെത്തി. ഒരു ഫോൺ വിളിയിൽ തുടങ്ങി ഒരു ലോക യുദ്ധത്തിന്റെ വക്കോളം എത്തിച്ച ആ പ്രതികാര നാടകത്തിന്റെ അണിയറ രഹസ്യങ്ങൾ ഇനി എത്രയാണോ പുറത്തു വരാനിരിക്കുന്നത്. എന്തായാലും 5 ദിവസത്തേക്കാണ് ഇത്തരത്തിൽ യുദ്ധം ചെയ്യില്ല എന്ന് ട്രംപ് ഉറപ്പു നൽകിയത്.